അതായത് നേരത്തെ ഈ മനുഷ്യ ശരീരം എന്ന് സംശയിക്കുന്ന ഭാഗത്തേക്ക് സ്കൂബ ഡൈവിംഗ് സംഘം എത്തി പരിശോധന നടത്തിയിരുന്നെങ്കിലും അത് ഒരു മനുഷ്യ ശരീരത്തിന്റെ ഭാഗമാണോ എന്ന് കണ്ടെത്താൻ അവർക്ക് പൂർണ്ണമായി സാധിച്ചിരുന്നില്ല. അതായത് എന്തെങ്കിലും ഒരു കട്ടിയുള്ള വസ്തു അവിടെ കിടക്കുന്നു എന്ന് മാത്രമേ അവർക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അത് പ്ലാസ്റ്റിക് മാലിന്യമാണോ അല്ല എന്നുണ്ടെങ്കിൽ മനുഷ്യ ശരീരത്തിന്റെ ഭാഗമാണോ എന്നുള്ള കാര്യത്തിൽ അവർക്ക് ഒരു സ്ഥിരീകരണം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ സംഘം കൂടി ഇതേ സ്ഥലത്തേക്ക്, അതായത് ഈ ജോയിയെ കാണാതായ സ്ഥലത്ത് നിന്ന് ഈ തുരങ്കത്തിനുള്ളിലേക്ക് ഈ 10 മീറ്റർ ഉള്ളിലേക്കുള്ള ഭാഗത്ത് മറ്റൊരു സംഘം കൂടി ഉടൻ തന്നെ അവിടേക്ക് എത്തി പരിശോധന നടത്തും. അവർക്ക് കൂടി ഈ ഒരു കാര്യം സ്ഥിരീകരിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ടണലിലേക്കുള്ള ജല ഒഴുക്ക് മുഴുവനായി പൂർണ്ണമായി തന്നെ ജലം ഒഴുകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചതിന് ശേഷം, അതായത് ഈ മാലിന്യങ്ങൾ മുഴുവനായി മുകളിലേക്ക് പോകുന്നതിനും ഈ വെള്ളം മുഴുവനായി ഇവിടെ നിന്ന് ഒഴുകി ഒരു പരിശോധന മാർഗം കൂടി ഇപ്പോൾ ഈ ഒരു സ്കൂബ ഡൈവിംഗ് സംഘത്തിന്റെ NDRF സംഘത്തിന്റെ നേതൃത്വത്തിൽ അത്തരത്തിലൊരു പരിശോധന കൂടി നടത്താനാണ് ഇപ്പോൾ അവർ ആലോചിക്കുന്നത്. അതായത് ഇനി 2 ഘട്ട പരിശോധനയായിരിക്കും പ്രധാനമായി ഉണ്ടാകുക. ഈ നേരത്തെ പോയി പരിശോധന നടത്തി 10 മീറ്റർ ഉള്ളിലേക്കുള്ള സ്ഥലത്ത് കിടക്കുന്നത് മനുഷ്യ ശരീരമാണോ അല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കട്ടിയുള്ള പ്ലാസ്റ്റിക് വസ്തുക്കളാണോ എന്നുള്ള ഒരു കാര്യം ഉറപ്പിക്കുന്നതിന് വേണ്ടി മറ്റൊരു സംഘം ഉടൻ തന്നെ ഉള്ളിലേക്ക് പ്രവേശിക്കും. അവർക്ക് കൂടി ഇത്തരത്തിൽ എന്താണ് ഇവിടെ കെട്ടിക്കിടക്കുന്നത് എന്നുള്ള കാര്യം ഉറപ്പാക്കാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ റെയിൽവേ ട്രാക്കിന് അടിയിൽ കൂടി ഒഴുകുന്ന തുരങ്കത്തിലെ മുഴുവൻ വെള്ളം അവിടെ ബ്ലോക്ക് ചെയ്യുന്നത്. അതായത് ഈ 5ാമത്തെ പ്ലാറ്റ്ഫോമിന് പുറത്തേക്ക് വെള്ളം ഒഴുകി പോകുന്നത് അവിടെ കൊണ്ട് ഈ മുഴുവൻ ഈ തുരങ്കത്തിനുള്ളിൽ തന്നെ കെട്ടിക്കിടക്കുന്ന രീതിയിൽ ക്രമീകരിച്ച് ഇതിലേക്ക് സ്കൂബ ഡൈവിംഗ് സംഘത്തിന് മുഴുവനായി ഇറങ്ങി പരിശോധിക്കാൻ തക്ക ഒരു ക്രമീകരണം ചെയ്തതിനു ശേഷം ഒരു പരിശോധന കൂടി നടത്തുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു NDRF. അതായത് വീണ്ടും ഒരു സംഘം കൂടി അതിനുള്ളിലേക്ക് കയറി, ആ തുരങ്കത്തിനുള്ളിലേക്ക് കയറിയുള്ള പരിശോധന നടത്തും. അവർക്കും ഇതിലൊരു സ്ഥിരീകരണം ഉണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നീട് അതിലേക്ക് പൂർണ്ണമായും വെള്ളം ഒഴുക്കിക്കൊണ്ട് അത്തരത്തിലുള്ള ഒരു പരിശോധന നടത്തും. അതായത് പൂർണ്ണമായിട്ടും ഈ മാലിന്യങ്ങൾ തള്ളി നീക്കാൻ തക്കവണ്ണത്തിലുള്ള വെള്ളം അടിച്ചു കയറ്റി അത്തരത്തിലുള്ള ഒരു പരിശോധനയായിരിക്കും ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാവുക എന്നുള്ള വിവരമാണ് ജിബിൻ നൽകുന്നത്. എന്തായാലും ഇപ്പോൾ അത് ഒരു മനുഷ്യ ശരീരത്തിന്റെ ഭാഗമല്ല എന്ന കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നു. അതിനപ്പുറത്തേക്ക് അത് എന്താണ് എന്നതിനെപ്പറ്റി ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല എന്നുള്ള വിവരമാണ് ജിബിൻ നൽകുന്നത്. എന്തായാലും ഒരു ദിവസം കഴിഞ്ഞ് 2 മണിക്കൂറും പിന്നിട്ട് 26 മണിക്കൂർ പിന്നിടുകയാണ് ഈ രക്ഷാദൗത്യം ആരംഭിച്ചിട്ട്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഇത് സങ്കീർണമായിട്ടുള്ള രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. നാടൊന്നിച്ച് ഇതിന്റെ ഭാഗമായി തന്നെ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുണ്ട്. അശാന്തമായിട്ടുള്ള പരിശ്രമമാണ് ഉദ്യോഗസ്ഥരുടെ ഒക്കെയും ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഒടുവിൽ നേവിയുടെ ഉൾപ്പെടെ സഹായം തേടിയിട്ടുണ്ട്. നേവി എത്തുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ അതിലൊരു ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇപ്പോഴും അവിടെ രക്ഷാദൗത്യം തുടരുകയാണ്. രക്ഷാദൗത്യവുമായി ഇനിയും മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് തീരുമാനം. ആശങ്കയുടെയും ഒക്കെ മണിക്കൂറുകളാണ് കടന്നു പോകുന്നത്. പ്രതീക്ഷയുടെ ഒരു സമയം ഇതിനിടയിൽ കടന്നുപോയി എന്ന് പറയുന്ന 25 മണിക്കൂർ പിന്നിട്ട് ആ സമയത്തൊരു മനുഷ്യ ശരീരത്തിന്റെ ഭാഗം കണ്ടു എന്നുള്ള ഒരു ചിത്രം അത് പതിഞ്ഞതായിരുന്നു ഇതിലാകെ ഒരു പ്രതീക്ഷ നൽകിയിരുന്ന ഒരു ഘട്ടം എന്ന് പറയുന്നത്. പക്ഷെ ആ പ്രതീക്ഷയും ഇപ്പോൾ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ആ പ്രതീക്ഷയും അത് പ്രതീക്ഷിക്കേണ്ടതില്ല എന്നുള്ള കാര്യം സ്ഥിരീകരിക്കപ്പെടുകയാണ്. അത് മറ്റൊരു വസ്തുവാണ്. അതെന്താണ് എന്നതിൽ ഒരു വ്യക്തത ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതിനുള്ള പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.